ഇന്നലത്തെ ആ ഒരു പവർ ടീം ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് നോറ സായിയുടെ സ്പേസും കൂടി എടുത്ത് സംസാരിച്ചപ്പോൾ തുടങ്ങി സായി ഓങ്ങി വെച്ചതാണ് നോറയ്ക്ക്. രണ്ടുപേരും തമ്മിൽ ഒരു അടി ഇന്നലെ തന്നെ പൊട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇന്നാണ് പൊട്ടിയത് എന്ന് മാത്രം. പിന്നെ അത് മാത്രമല്ല, നോറ ഒട്ടും തന്നെ ഒരു ടീം പ്ലെയർ അല്ല. സ്വന്തം താല്പര്യങ്ങള്, സ്വന്തം ഇഷ്ടങ്ങൾ, ഇതൊക്കെയാണ് നോറയ്ക്ക് ഏറ്റവും വലുത്. ഇതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ജാൻമണിയോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ടാസ്കിൽ എടുത്തു കാണിക്കണം എന്ന് നോറ നിർബന്ധം പിടിച്ചു. ജാൻമണിയെ കരിവാരി തേക്കണം എന്ന് നിർബന്ധം പിടിച്ചു. കളിയും തമാശയുമായിട്ട് ഒതുങ്ങേണ്ട ഒരു മെലോഡ്രാമ ടാസ്ക് കാര്യമാക്കണം നോറയ്ക്ക്. അത് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കണം. അതും നോറ ആരോടാണ് ഈ ഹരി ഉണ്ടാക്കുന്നത്? ടീമിന്റെ കൂടെ പവർ ടീമിൽ പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ സായിയോട്. സായി അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അഭിഷേകിന് ജാൻമണിയോടുള്ള റാപ്പോ കാരണം മാത്രമാണ് അഭിഷേക് ഇതിൽ ഇടപെട്ടൊരു സീൻ ഉണ്ടാക്കിയത്. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ജാൻമണിനെ മാക്സിമം പുറകെ നടന്ന് തോണ്ടി തോണ്ടി പ്രൊവോക്ക് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി ജാനുവിന്റെ വായിലിരിക്കുന്ന എന്തെങ്കിലും കേൾക്കണം. എന്നിട്ട് ജാനുവിനെ നെഗറ്റീവായി പ്രൊജക്ട് ചെയ്യണം. അതാണ് നോറയുടെ ഇതുവരെയുള്ള ഗെയിം. ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ജിൻഡോ ആയിരുന്നു ആദ്യം ടാർഗറ്റ്. ആ ഗെയിം കളിച്ച് നോറ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം പ്രേക്ഷക പിന്തുണയുണ്ട്. പക്ഷെ എപ്പോഴും ഫുട്ടേജിന് വേണ്ടി ഇമാതിരി പരിപാടി കാണിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ടീമിലുള്ള എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണം എന്നില്ല. സായി ഒരു ക്രിക്കറ്ററാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ടീം സ്പിരിറ്റ് ഇസ് അൺപാരലൽ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളോട് എന്നെ ഒഴിവാക്കുക, ഞാൻ ടാസ്ക് ചെയ്യില്ല, ഇത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ടാസ്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത്, അത് പുള്ളിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നോറയുടെ ലൂപ്പ് ഓൺ ആയിട്ടുണ്ടായിരുന്നു ലൈവിൽ. ഈ ലൂപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ബഹളം വെക്കുക, കരയുക, ബഹളം വെക്കുക, കരയുക, റിപ്പീറ്റ്. അടുത്ത ദിവസം വീണ്ടും ബഹളം വെക്കുക, കരയുക. ഇതാണ് നോറയുടെ ലൂപ്പ്. നോറ ഈ 30 ദിവസം ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. 100 ദിവസത്തെ കണ്ണീരാണ് നോറ ഈ 30 ദിവസം കൊണ്ട് ഒഴുക്കി ഒഴുക്കി തീർത്തത്. മറ്റേ മുല്ലപ്പെരിയാർ ഡാമിൽ പോലും ഇത്രയും വെള്ളം കാണുകയില്ല. കുറച്ചുകൂടെ കൺട്രോളൊക്കെ ആവാൻ നോറയ്ക്ക്. അതെന്തോ ആയിക്കോട്ടെ. ടാസ്ക് ചെയ്യാതിരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. അത് ബിഗ് ബോസിനോട് കാണിക്കുന്ന മര്യാദകേടാണ്, നീതികേടാണ്. വ്യക്തി താല്പര്യങ്ങള് ടീമിലുള്ളവരുമായിട്ട് മാച്ച് ആവാത്തതുകൊണ്ട് അങ്ങനെ ടാസ്ക് ചെയ്യാതിരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നോറ ടാസ്ക് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതും മെജോറിറ്റി പറയുന്നത് അനുസരിക്കണം എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ ടീമിൽ കളിക്കുമ്പോൾ. ഈ കാര്യത്തിൽ ഞാൻ സായിയുടെയും അഭിഷേകിന്റെയും ഭാഗത്ത് തന്നെയാണ്. നോറയുടെ ഭാഗത്താണ് തെറ്റ്. നോറ ഒരു ടീം പ്ലെയർ അല്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.